പി ആയി ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ പോലും ഇവിടെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷന് വീണ്ടും അവിടുത്തെ എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ ഒന്ന് മത്സരിക്കണമെന്നൊക്കെ പറയുന്നത് വളരെ കടുംപിടുത്തമാണ്. പലപ്പോഴും ഇനിയിപ്പം ജനത്തിൻ്റെ ചെലവിൽ വേണം അടുത്ത ഒരു ഇലക്ഷൻ എം പി അവിടുന്ന് അദ്ദേഹം കൈ ഒഴിഞ്ഞിട്ടുള്ള ഒരു എം എൽ എ ആകുമ്പോഴത്തേക്കും ആ എം പി സ്ഥാനത്ത് നിന്ന് ആ എം പിയുടെ ഇലക്ഷൻ നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് ഇനി വീണ്ടും നടത്തേണ്ടത്. ഇങ്ങനെയൊക്കെ എം പിമാരായിട്ട് നിൽക്കുന്നവരെ രാജിവെച്ചിട്ട് വന്ന് വീണ്ടും എം എൽ എ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ജനം ഒറ്റക്കെട്ടായിട്ട് തോൽപ്പിക്കണം. സമുദായത്തിൻ്റെ ചില പാർട്ടികളിലാണെങ്കിൽ ഇതുവരെയും കാൻഡിഡേറ്റ്സിൻ്റെ നിർണ്ണയം പോലും കഴിഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമുദായങ്ങളിൽ നിന്നും പറഞ്ഞ് ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ വെച്ചോ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി പട്ടിക പോലും ഫുള്ളാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത ചില പാർട്ടികളുണ്ട്. ഇത്തരം പാർട്ടികളൊക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ രാജ്യത്തെ കെട്ടുറപ്പോടെ ഭരിക്കും? പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ ഇന്നയാളെ അങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്രയും ചർച്ച ചെയ്യേണ്ട, പറഞ്ഞാൽ അനുസരിച്ചിരിക്കണം. എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ വന്ന് എം എൽ എ ആവണമെന്നും ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ജനങ്ങൾ ഭൂരിഭാഗവും അവർക്ക് ജാതി മതങ്ങളൊന്നും നോക്കാതെ തന്നെയാണ് അവർ പലർക്കും വോട്ട് ചെയ്യുന്നത്. ഞാനുൾപ്പെടെ എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവച്ചു എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. അദ്ദേഹത്തിന് കാലിബറുണ്ടോ, കഴിവുണ്ടോ, ജനങ്ങളോട് പ്രധാനമായിട്ട് സ്നേഹത്തോടു കൂടി ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി ആ അധികാരം കിട്ടിക്കഴിയുമ്പോൾ കവാത്ത് മറക്കുന്നവനാണോ? സ്നേഹത്തോടു കൂടി പിന്നെയും പെരുമാറാൻ കഴിയുമോ? കാര്യങ്ങൾ നടത്തും. ഇതൊക്കെ നോക്കി ചിന്തിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നത്. അത് പാർട്ടി പോലും നോക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഞാനൊക്കെ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് നോക്കുന്നില്ല, അദ്ദേഹം എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, നമുക്ക് എന്താണ് ഗുണം ഉണ്ടാവുകയെന്നൊക്കെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ വോട്ട് ചെയ്തത്. പാർട്ടിയൊക്കെ പണ്ട് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സംഭവമൊക്കെ പലപ്പോഴും ഒരു മൈനോറിറ്റി വോട്ടിനായിരിക്കും പലരും ജയിക്കുന്നത്. ആ ജയിക്കുന്ന വോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോലൊക്കെ ഉള്ളവർ ചെയ്യുന്നതാണ്. നമ്മളൊക്കെ എല്ലാ സമയത്തും ഒരു പാർട്ടിക്ക് എന്നും കുത്താറൊന്നുമില്ല. നല്ല കാൻഡിഡേറ്റ് ഉണ്ടോ നമ്മളവിടെ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമവാക്യം ഇപ്പോഴും പാർട്ടിയിൽ പലപ്പോഴും ചില പാർട്ടികൾക്ക് ഇതുവരെയും കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ NSS എന്ന് വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ലാറ്റിൻ സഭയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇന്ന കാൻഡിഡേറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ എം പി കുമ്പായം കളഞ്ഞിട്ടും കുറേ എണ്ണന്മാർ ഇവിടോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ എം എൽ എ ആവാൻ നിൽപ്പുണ്ട്. ഇവരെ ഒന്നും ജയിപ്പിക്കുകയും ചെയ്തെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ എം പി സ്ഥാനവും കളഞ്ഞിട്ട് ഇവിടെ വരുന്നവനെയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ ചക്കര കൊടുത്ത് വീണ്ടും കൈയിടാന്ന് വെച്ചിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രി ആവാൻ ഇവിടുത്തെ നിയമസഭ ഇനിയും കുളവാക്കാനുമായിട്ടാണ് അവന്മാർ വരുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ എം പി സ്ഥാനവും രാജിവെച്ചിട്ട് ഇവിടെ വീണ്ടും എം എൽ എ ആകാൻ നിൽക്കുന്നവനെയൊക്കെ നമ്മൾ തോൽപ്പിക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞ് വാസ്തവത്തിൽ ഒരു സ്ഥാനം ഇപ്പോൾ ഉണ്ട്, അത് വേറൊരാൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ആ എം പി സ്ഥാനം അവിടെ കുറച്ചുകൂടെ തുടരാനുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് കുപ്പായം ഇവിടെ വന്ന് വീണ്ടും നിയമസഭാ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി 1-2 കാൻഡിഡേറ്റ്സ് ശ്രമിച്ചു അത് വളരെ പ്രഷറും ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമുള്ളവന്മാരെയൊക്കെ ജനം ചാട്ടവാർ. ജനമാണ് ഡെമോക്രസിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള എം പി സ്ഥാനവും രാജിവെച്ചിട്ട് വീണ്ടും എം എൽ എ ആവാൻ നിൽക്കുന്നവനെയൊക്കെ നമ്മൾ ഓരോരുത്തരും തോൽപ്പിക്കണം. ഇത് കേൾക്കുന്ന ഓരോ ജനങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എം പി സ്ഥാനവും രാജിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും എം എൽ എ ആവാൻ നിൽക്കുന്നവനെ, അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, അവനെ തോൽപ്പിക്കുക തന്നെ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ചെയ്യുക എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.